ബാക്ക് ടു ഗെയിമിംഗ് വിത്ത് ദ ബീസ്റ്റ് ചാനലിലെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കമൻറ്റ് പ്രകാരം നമ്മൾ ഇന്ന് സ്റ്റീൽ എബ്രൈനോട്ടാണ് കളിച്ച് നോക്കാൻ പോകുന്നത്. ഞാൻ ഈ ഗെയിം ഇതിന് മുമ്പ് കുറച്ച് കളിച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ഒരു ബ്രെയിൻ റോഡ് ഗോഡും ഒരു മിത്തിക്കലും ഒരു റെയറും ആണുള്ളത്. ഈ ബ്രെയിൻ റോഡ് ഗോഡ് ഞാൻ അന്ന് എടുത്ത് വെച്ചതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ കുറേ നാളായി ഗെയിം കളിച്ചിട്ട് ഈ ഗെയിമിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊന്നും ഒരു ഇതുമില്ല. സൈബർ ക്രാഫ്റ്റിൽ നമുക്ക് ഇതുണ്ടാക്കി നോക്കാം. അല്ല ഇതുണ്ടാക്കാൻ പറ്റില്ല, നമുക്ക് ഇതുണ്ടാക്കാം ഗൈസ്. ബാൻഡിറ്റ് ആക്സലിലേക്ക് നമ്മുടെ കയ്യിൽ അതിന് വേണ്ട ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ട്. ബാൻഡിറ്റോ സ്റ്റീൽ എബ്രൈനോട്ട് ഇപ്പോൾ വലുതായിട്ടൊന്നും പോപ്പുലർ അല്ലാത്തതുകൊണ്ട് ഞാൻ അധികം കളിച്ചു നോക്കാറില്ല. പണ്ട് ഞാൻ വലുതായിട്ട് കളിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ ഞാൻ കളിക്കാറില്ല. ഓക്കെ, നമ്മൾ സൈബർ ക്രാഫ്റ്റിൽ ഇതിട്ടു. ഇനി ട്രൂലിമേറോ ട്രൂലിച്ചീന വേണം ഗൈസ്. ട്രൂലിച്ചീന സ്പോൺ ആവുമായിരിക്കും. സ്പിന്നുണ്ടോ ഗൈസ്? നമ്മുടെ കയ്യിൽ ഒറ്റയൊരു സ്പിന്നുണ്ട്. ലക്കി ബ്ലോക്ക് കിട്ടണേ. 300K കിട്ടി ഗൈസ്, 300K. അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ട്രേഡ് ഇടാം. ചുമ്മാ ട്രേഡ് ചെയ്ത് നോക്കാം. ട്രേഡ് ഫെയിൽഡായി ഗൈസ്, നമുക്ക് പറ്റത്തില്ലായിരിക്കും. പിന്നെ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കണം. ഇപ്പോൾ ഞാൻ 2-3 റീബർത്ത് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടേസർ ഗണ്ണ് വാങ്ങിക്കാം, കോംബോ കോയിലും വാങ്ങിക്കാം, പിന്നെ ബി ലോഞ്ചറും കുറച്ച് ട്രാപ്പും പിന്നെ ഒരു ഡയമണ്ട് സ്ലാപ്പ് വാങ്ങിക്കാം. അയ്യോ ഗൈസ് അയ്യോ. ഓ ഗൈസ്, നമ്മുടെ ഉദിന്തിന്തിന്തുമിനെ ഒരാൾ അടിച്ചോണ്ട് പോകാൻ നോക്കി ഗൈസ്. നമ്മൾ അയാളെ തടഞ്ഞു. നമുക്ക് ട്രാപ്പ് വയ്ക്കാം ഗൈസ്. ഇവിടെ ഒരു ട്രാപ്പും വയ്ക്കാം. പിന്നെ ഉദിന്തിന്തിന്തുമിനെ മണ്ടയ്ക്ക് കൊണ്ട് വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു ട്രാപ്പ് വയ്ക്കാം ഗൈസ്. സ്ലാപ്പ് എടുത്തിട്ട് ഇതിനെ മണ്ടയ്ക്ക് കൊണ്ട് വയ്ക്കാം ഗൈസ്. നമ്മുടെ ഇപ്പോൾ 67 സെക്കൻഡ് കൂടിയാണുള്ളത് ഗൈസ്. നമുക്ക് ഇനി ഒരു സീക്രറ്റ്, ഒരു ബ്രെയിൻ നോട്ട് ഗോഡ് കൂടി കണ്ടുപിടിക്കേണ്ടതാണ് ഗൈസ് ഈ ഗെയിമിലെ ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. ഇവിടെ ഒരു ട്രാപ്പ് വയ്ക്കാം. പിന്നെ നമുക്ക് വരാം. ഇനി നമുക്ക് ട്രൂലിച്ചീന സ്പോൺ ആവുന്നവരെ നോക്കണം ഗൈസ്. പിന്നെ വേറെ എന്തൊക്കെയാണ് വേണ്ടത്? പിന്നെ ഷെഫ് കാബ്രാക്കാഡാബ്ര 2 എണ്ണം വേണം ഗൈസ്. ഒരു മിത്തിക്കൽ വന്നിട്ടുണ്ട്. അയ്യോ, ലുലു ലേറു എന്ന് പറഞ്ഞിട്ട് ഒരു മിത്തിക്കലാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ ഗൈസ്. എടുക്കല്ല, എൻ്റെ മിത്തിക്കലൊന്നും എടുക്കല്ലോ. പോ ഗോയവേ. അയ്യോ, എൻ്റെ മിത്തിക്കൽ എടുത്തോണ്ട് പോയേ ഗൈസ്. നമ്മുടെ മിത്തിക്കൽ ആരും എടുത്ത് ഗൈസ്. മിത്തിക്കൽ. അയ്യോ ഗായ്സ്, മിത്തിക്കൽ നൈസായിട്ട് പോയി ഗൈസ്. ഇല്ല. ഓ കിട്ടി. ഓ ഗൈസ് കിട്ടി ഗൈസ്. ഓൾമോസ്റ്റ് കിട്ടി ഗൈസ്. അയ്യോ ഗൈസ്, അയാളത് ലോക്ക് ചെയ്ത് ഗൈസ്. നമുക്ക് എന്തായാലും ഈ മിത്തിക്കൽ നമ്മുടെ ബേസിൽ വരെ എത്തിക്കണം. നമ്മുടെ ഉദിന്തിന്തും ഇപ്പോൾ സേഫാണെന്ന് നോക്കട്ടെ ഗൈസ്. ഓക്കെ, ഉദിന്തിന്തും സേഫായിട്ട് തന്നെ ഇവിടെ ഉണ്ട്. നമുക്ക് ഇനി അടുത്ത റീബർത്ത് അടിക്കാൻ ഷെഫ് കാബ്രാക്കാഡാബ്രയും ഗ്ലോർബ്രോ ഫ്രൂട്ട് റോഡ്രില്ലയാണ് വേണ്ടത്. നമുക്കിപ്പോൾ അതാണ്ട് അടുത്ത മിത്തിക്കൽ വന്ന് ഗൈസ്. യെസ്, നമ്മൾ മിത്തിക്കലൊക്കെ വെച്ച് കളി അങ്ങോട്ട് സെറ്റാക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഗൈസ്. ഇനിയും എനിക്ക് ഇയാളുടെ കയ്യിൽ ലവാക്കയുണ്ട് ഗൈസ്. അതെടുക്കണം. ഇനി ഈ ഫ്ലോറിലൊന്നുമില്ല. 100 സെക്കൻഡ് കഴിഞ്ഞാലേ അയാളുടെ ഓപ്പൺ ആവത്തുള്ളൂ. വേറെ ഇവിടെയും ലവാക്കയുണ്ട് ഗൈസ്. ഇതെടുക്കണം എനിക്ക്. ഇതിന് 17 സെക്കൻഡ് കൂടി. അയ്യോ, അടിച്ചിട്ട് ഗൈസ്. നമ്മളെ അടിച്ചിട്ട് ഇയാളാണോ? ആരേലോട്ടെ. ഇനി 7 സെക്കൻഡ് കൂടി എടുത്തിട്ട് ഓടാനാണ് ഗൈസ് പരിപാടി. ഇത് തന്നെ എടുക്കുന്നു. ഇനി 1 സെക്കൻഡ്. ഓക്കെ ഗൈസ്, സ്റ്റീൽ. അയ്യോ ഗൈസ്, പോച്ച്. അയ്യോ, കിട്ടിയില്ല ഗൈസ്, കിട്ടിയില്ല. നമുക്ക് റീസെറ്റ് അടിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഇവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എൻ്റെ ഗൈസ്, ഒരു ലവാക്ക പിടിച്ചുകൊണ്ട് ഒരാൾ നിൽപ്പുണ്ട് ഗൈസ്. നമുക്ക് അയാളെ അടിച്ചിടാം. ചവിടാ. ഓക്കെ ഗൈസ്, ലവാക്ക സേഫാണ്. അയ്യോ, നമ്മളെ അടിച്ചിട്ട് ഗൈസ്. അയ്യോ, പെട്ടു ഗൈസ്. കുഴപ്പമില്ല.
കിട്ടി കിട്ടി കിട്ടി. ഈ ബേസിനെ എപ്പോൾ തുറക്കും? തുറന്ന് കഴിച്ച് തുറന്ന് കഴിച്ച് തുറന്ന് 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 ലവാക്കെടുത്ത്. അയ്യോ അടച്ച് ഗായ്സ്, അടച്ച്. ഇയാൾ ഫ്രണ്ടായിട്ടുള്ളവരെ കയറ്റുന്നുണ്ട്. നമുക്ക് എന്തായാലും റീസെറ്റ് അടിക്കാം. കിട്ടാൻ പോകുന്നില്ല. നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ട് കൊടുത്താലോ? നോക്കാം. നമ്മുടെ ബേസ് വർക്ക് അതിന് 20 സെക്കൻഡ് കൂടി ഉണ്ട്. നമുക്ക് അയാളുടെ പേര് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അയാളുടെ പേര് യാഷ് ഗംഗാസ് എന്ന് അയാളുടെ പേര് അതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബേസിൽ പോയി ലോക്ക് ചെയ്യാം. യാഷ് ഗംഗാസിനൊരു ഇട്ട് കൊടുത്താലോ? യാഷ് ഗംഗാസ് ഫ്രണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കയറി എടുക്കാം ഗൈസ്. ലോക്ക് ബേസിലോ യാഷ് ഗംഗാസ് ഫ്രണ്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ചാൻസ് ആണ് വന്നേക്കുന്നത്. അയ്യോ യാഷ് ഗംഗാസ് ലവാക്കയും കൊണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇത് വേണമെങ്കിൽ എടുക്കാം. അയ്യോ ഗൈസ് അയാൾ മാറ്റി ഗൈസ്. ഇയാൾ അത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും റീസെറ്റ് അടിക്കാം. പക്ഷേ എന്നാലും അയാളത് മാറ്റി. അതെ നമുക്ക് എടുക്കാമായിരുന്നു. അയാൾ മനസ്സിലായി കാണും അയാൾക്ക് നമ്മൾ അതിനു വേണ്ടിയാണ് ചെയ്തതെന്ന്. നമുക്കിനി തോണ്ട് ലവാക്കൊക്കെ ഇവിടെ പറക്കുവാണല്ലോ ഗൈസ്. എല്ലായിടത്തും ലവാക്കിയുണ്ട്. ഇത് ട്രൂലി മെറോ ട്രുളിച്ചിനെയാണോ? ഗൈസ് ട്രൂലി മെറോ ട്രുളിച്ചിനെ കിട്ടിയിട്ടുണ്ട്. ഈ ബേസിൽ ഇതെന്തോ സാധനം, എന്തോ ഒരിത്. പിന്നെ പ്രത്യേകിച്ചൊന്നും ഇവിടെ കാണുന്നില്ല. 17 സെക്കൻഡ് കൂടി കഴിഞ്ഞാൽ ഒരു മിത്തിക്കൽ സ്പോണാവും. പിന്നെ നമുക്ക് ഈ ട്രൂലി മെറോ ട്രുളിച്ചിൻ്റെ ക്രാഫ്റ്റ് മെഷീൻ അത് എണ്ണം. നമ്മുടെ ഇതിന് ഇനി 30 സെക്കൻഡ് കൂടി ഉണ്ട്. ഈ ട്രൂലി മെറോ ട്രുളിച്ചിന് നമുക്ക് ക്രാഫ്റ്റ് മെഷീനകത്തിട്ട് സൈബർ ക്രാഫ്റ്റിനകത്തിട്ട് നമുക്ക് മറ്റേ സാധനം ക്രാഫ്റ്റ് ചെയ്യേണ്ടതാണ്. അത് കിട്ടിയാൽ മതിയായിരുന്നു. ഇനി അതിന് ഷെഫ് കാബ്രാക്കഡാബ്ര 2 എണ്ണം വേണം. അതിനിയും എവിടെ നിന്നായിരിക്കും? ദാണ്ട് ഇത് പിപ്പിക്കിവി ഒരെണ്ണം കിട്ടി. കവാലോ വൃത്തോസോ ഇത് 2 മിത്തിക്കൽ ലെജൻഡറി ആയതുകൊണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും വേണമല്ലോ. നമ്മുടെ ബേസ് തുറക്കാറായി. അടച്ചു. ഓക്കെ കവാലോ വൃത്തോസോയും ഇതും വരുന്നുണ്ട്. അത്യാവശ്യം മിത്തിക്കലായാൽ പിന്നെ നമുക്ക് പൈസ തരത്തി പേടിക്കണ്ട. ഓക്കെ ഒരുത്തം നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടു. ഇവൻ്റെ കയ്യിൽ നല്ല സെറ്റ് സാധനങ്ങളുണ്ട് ഗൈസ്. നമുക്ക് ഇത് വേണം. പാരഡൈക്സ് ആക്സോലീറ്റോ. അടി ഇവൻ്റെ ബേസ് വർക്കാറായി. പാരലൈറ്റ് ആക്സോലീറ്റോ. അടി അയ്യോ കിട്ടി ഗൈസ്. പോയി ഗൈസ്. പോച്ച് ഗൈസ്. അതും പോച്ച്. യേശിനെ അടിച്ചു വിട്ടു. ബ്രോ തുറക്ക് ബ്രോ. നമ്മൾ വീണ്ടും ട്രാപ്പായി ഗൈസ്. നമ്മൾ കുറേ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടുന്നില്ല. അത്യാവശ്യം റീബർത്തൊക്കെ എടുത്ത് ടൂള് കിട്ടിയാൽ നമുക്ക് ഇതെല്ലാം ട്രൈ ചെയ്യാം. നമ്മുടെ ബേസിന് ഇനി എത്ര സമയം കൂടി ഉണ്ട്? 30 സെക്കൻഡ് കൂടി ഉണ്ട്. 30 സെക്കൻഡ് കൊണ്ട് എനിക്ക് അത് എടുക്കണം ഗൈസ്. അങ്ങ് കിടക്കുന്ന സാധനം നമുക്ക് ഉദിന്തിന്തിന്തുവിനെ സേഫ് ആക്കണം. പ്ലസ് ഇവൻ്റെ ബേസിൽ 2-3 ഇതുണ്ട്. അതിനി 90 സെക്കൻഡ് കഴിഞ്ഞാലേ തുറക്കത്തുള്ളൂ. അതിനി എടുക്കാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ ബേസല്ലേ ആണ്. നമ്മുടെ ബേസ് തുറക്കാറായിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ബേസ് നമ്മൾ ഉടനെ തന്നെ ലോക്ക് ചെയ്യണം. അയ്യോ ലോക്കാക്കി. നമുക്ക് അടുത്ത ബേസിലോട്ട് പോവാം. അടുത്ത ഇനി ഇതെടുക്കണമെങ്കിൽ ഇയാൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഇടണം. വൈബ് മാക്സ്. അയാൾ ഫ്രണ്ട്സിനെ അലോ ചെയ്യുന്നുണ്ട്. വൈബ് മാക്സ് ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം ഒരു ബ്രെയിൻ ഔട്ട് ഗോഡിനെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ബ്രെയിൻ ഔട്ട് ഗോഡ് എന്തായാലും സ്പോൺ ആവാൻ പോകുന്നില്ല. നമുക്ക് അയാളുടെ ബ്രെയിൻ ഔട്ട് ഗോഡ് എടുക്കണം ഗൈസ്. അയാളെ നമ്മൾ സ്മോക്ക് ചെയ്തിട്ടുണ്ട്. അയ്യോ അടിക്കല്ലോ. കിട്ടിയില്ല ഗൈസ്. വീണ്ടും നമുക്ക് റീസെറ്റ് അടിക്കണം. നമ്മൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. എന്നാലും ബ്രെയിൻ ഔട്ട് ഗോഡ്. അയ്യോ നമ്മുടെ ബേസ്. ഓക്കെ ബേസ് സെറ്റാക്കിയിട്ടുണ്ട്. റീബർത്ത് അടിക്കാൻ മറ്റേ ഷെഫ് കാബ്രാക്കഡാബ്ര നമ്മുടെ ബേസിലൊരുത്തനുണ്ടല്ലോ. ട്രാപ്പായി പോയി. അയ്യോ ട്രാപ്പായി പോയോ? അത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ വെച്ച ട്രാപ്പ് ഏറ്റു.
ഇനി അടുത്ത തോണ്ട് എനിക്ക് വേണം അത് ആരുടെ ബേസിൽ നിന്നാണോ ഗൈസ് അതെടുത്തത്? അത് ഈ ബേസിലാണ്. ഈ ബേസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഒരു ലെജൻഡറി പോകുന്നുണ്ട് ഗൈസ്. ലെജൻഡറീസ് എല്ലാം വാങ്ങിച്ച് നമുക്ക് പൈസ ആക്കിയാലേ ഇത് വാങ്ങിക്കാത്ത. അപ്പോൾ ഡുവലിന് ആരുടെ അടുത്തായിരിക്കും? മറ്റേ എൻ്റെ അടുത്ത് അയച്ചു നോക്കാം. നമ്മുടെ സൈബർ ക്രാഫ്റ്റിന് ഇനി 2 ബ്രെയിൻ നോട്ട്സ് കൂടി വേണം ഗൈസ്. 2 ബ്രെയിൻ നോട്ട്സ് അത്യാവശ്യം കിട്ടാൻ പാടാണ്. ബോംബോ റോളോ വേണ്ട. പിന്നെ ഇവിടെ നിന്നാണ് അത് എടുക്കേണ്ടത്. നമുക്ക് ടേസർ വെച്ച് അടിച്ചിടാൻ പറ്റുമോ? അയ്യോ, കിട്ടിയില്ല ഗൈസ്, കിട്ടിയില്ല. പോച്ച് നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തിട്ട് അങ്ങോട്ട് നടക്കുന്നില്ലല്ലോ. ഒരുത്തൻ നമ്മുടെ ഉദിന്തിന്തിന്തൂമിനെ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇപ്പോൾ വയ്ക്കുമോ ഇവിടെ? പോടാ. അവൻ ട്രാപ്പ് വെച്ചിട്ടുണ്ട് ഗൈസ്. ട്രാപ്പൊക്കെ വെച്ചാണ് ചെറുക്കൻ നിൽക്കുന്നത്. അയ്യോ, ലോക്കാക്കിയിട്ടുണ്ട് ഗൈസ്. ലോക്കാക്കി ടേസ് ചെയ്യാം. ടേസ് ചെയ്തിട്ടുണ്ട്. അവൻ റീസെറ്റ് അടിച്ച് അയ്യോ ഉദിന്തിന്തിന്തൂമിനെ അവൻ എടുത്ത് വേറെ കുറേ എണ്ണം കയറിയിട്ടുണ്ട്. നമ്മളിനി ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇവിടെ ആരും ഇല്ലല്ലോ. ഇല്ല ഗൈസ്, ആരും ഇല്ല, എല്ലാവരെയും പോയിട്ടുണ്ട്. ആരുടെയും ബേസ് ഓപ്പൺ ആണോ? അല്ല, ഒരാളുടെയും ബേസ് ഓപ്പൺ അല്ല. നമ്മൾ എങ്ങനെ ഇനി ബ്രെയിൻ നോട്ട് കോഡ് എടുക്കും? ഇയാളുടെ കയ്യിൽ ഇപ്പോൾ 2 ബ്രെയിൻ നോട്ട് കോഡായി. നമ്മൾ ടേസ് ചെയ്യാം. ഇവൻ്റെ അടുത്ത് മറ്റേ ഇത് ചോദിച്ചാലോ? ഡുവൽ ചോദിക്കാം. ഡുവൽ ഇത് ട്രേഡാ. ട്രേഡെങ്കിൽ ട്രേഡ് ചോദിക്കാം. ഡുവൽ മെഷീൻ ഇപ്പോൾ ഇല്ലല്ലോ പറഞ്ഞാലേ. അന്ന് കളിച്ച ഓർമ്മയിൽ അങ്ങ് ആലോചിച്ചതാ. ഇയാളുടെ ബേസിൽ അതെന്തോ ആയിരിക്കുന്നേ? ഒരു ലെയർ ബ്രെയിൻ. ഇതിനകത്തൊരു ബ്രെയിൻ നോട്ട് കോഡ് ഉണ്ട് ഗൈസ്. ഇതൊക്കെ അടിച്ചടിച്ച് അയ്യോ, ട്രാപ്പായി. ഈ ബ്രെയിൻ നോട്ട് കോഡ് അങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ. വീണ്ടും നമുക്ക് മണ്ടയ്ക്ക് മറ്റേ ഉദിന്തിന്തിന്തൂമിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇവിടെ ആര് വന്നാലും നമുക്ക് ആദ്യം ഇതങ്ങ് എടുത്തിടാം. നമ്മുടെ പൈസ ഉണ്ട് വേണം റീബർത്ത് അടിക്കാൻ, പക്ഷെ സാധനങ്ങളില്ല. ഗ്ലോർബോ ഫ്രൂട്ട് റോഡറിലോ വരുവാണെങ്കിൽ നമുക്ക് എടുക്കണം ഗൈസ്. ഓക്കെ, ഈവൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈവൻറ്റ് കഴിഞ്ഞു. ഇനി ഈവൻറ്റ് ബേസ് ചെയ്തിട്ടുള്ളതൊന്നും കിട്ടത്തില്ല. രാത്രിയായെന്ന് തോന്നുന്നു. രാത്രിയായിട്ടുണ്ട് ഗൈസ്. ഒരാൾ പറന്ന് നടക്കുന്നു ഗൈസ്. ഡുവൽ നോക്ക്, മറ്റവനോട് ഡുവൽ ചോദിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ സെൻട്രിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഉദിന്തിന്തിന്തൂമിനെ എടുക്കാൻ നോക്കുന്നുണ്ട്. നമ്മൾ ബേസ് ഒരു വിധത്തിൽ ലോക്ക് ചെയ്ത് ടേസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഗൈസ്. ടേസ് ചെയ്യാൻ നടക്കുമെന്ന് തോന്നുന്നില്ല. ഇനി ഇത്രയും സമയമുണ്ട്, 70 സെക്കൻഡ് കൂടി ഉണ്ട്. നമുക്ക് അപ്പോഴത്തേക്കും അവൻ്റെ ബേസിൽ പോയി നോക്കാം ഗൈസ്. താണ്ടൊരു ക്രോക്കോഡിലോ. അയ്യോ, അത് പോയി ഗൈസ്, കിട്ടിയില്ല. ഓക്കെ, ലെജൻഡറി വാങ്ങിക്കാം. അവൻ്റെ ബേസ് അല്ലേ ഇത്? മാൻകെ അല്ല, അവൻ്റെ ബേസിന് ഇനി സമയമുണ്ട്. മാൻകെ ഇറങ്ങി ഗൈസ്. അവൻ ക്ലോൺ ചെയ്തേക്കുക ഗൈസ്. അവൻ ക്ലോൺ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ അവനെ അടിച്ചിട്ടേ പറ്റും. ഓക്കെ, അവൻ ഇറങ്ങിയെന്ന് തോന്നുന്നു. അവൻ്റെ ബേസിലെ കാര്യം കൊണ്ടായിരിക്കും അവൻ ഇറങ്ങിയാൽ മിക്കവാറും. ഇതെടുക്കണം നമുക്കത്. അവിടെ വരെ ടേസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇൻവെൻറ്ററിയിൽ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല. ടേസ്റ്റ് ചെയ്യണം. ടേസ്റ്റ്. ഓക്കെ. അടിച്ചിട്ട്. ലോക്ക് ചെയ്ത് ഗൈസ്. അവൻ ലോക്ക് ചെയ്തു. ഇനി 12 സെക്കൻഡ് കൂടി ഉള്ളൂ. ആദ്യം ഇതങ്ങ് പിടിച്ചേക്കാം. ആരെങ്കിലും വരുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അടിച്ചിടാമല്ലോ. 12 സെക്കൻഡ് കൂടി. ഓക്കെ, സമ്മൺ സ്റ്റീലിംഗ് ഉദിന്തിന്തിന്തും. ഓക്കെ. അയ്യോ, പോയി ഉദിന്തിന്തിന്തും പോയി കാണും ഗൈസ്. എന്തിയാ ഗൈസ് ഉദിന്തിന്തിൻ? അല്ല, അകത്തുണ്ട് ഗൈസ്. അകത്തുണ്ട്. നമ്മൾ ഇതായിട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതിൽ പോവാതെ നോക്കിയിട്ടുണ്ട്. ഇനി 172 സെക്കൻഡ്. മാൻകെ വീണ്ടും നമ്മുടെ ഉദിന്തിന്തിന്തുമിനെ സ്റ്റോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് നോക്കുപോയി തടയണം.
നമ്മുടെ ഉദിനെ കൊണ്ട് പോയി ഗൈസ്. അയ്യോ നമ്മുടെ ഗ്ലോർബ്രോ ഫ്രൂട്ട് റോഡറില്ലോ റീബർത്തിന് വേണ്ട സാധനം കിട്ടി. മാൻകെ നമ്മുടെ ഉദിനെ കൊണ്ട് പോയി ഗൈസ്. നമ്മൾ ഇന്ന് റിവഞ്ച് ചോദിക്കും ഗൈസ്. റിവഞ്ച് ചോദിച്ചേ പറ്റൂ. നമുക്ക് എല്ലാം ഗ്രാപ്പിൾ ഹുക്കും എല്ലാം വാങ്ങിക്കാം. ഇതും ട്രാപ്പ് കുറേ എടുത്തോ. ഓക്കെ എല്ലാം വാങ്ങിച്ചു. ട്രാപ്പ് നമ്മൾ അത്യാവശ്യം എടുത്തിട്ടുണ്ട്. മാൻകയുടെ ഒരു ക്ലോൺ ഇപ്പോഴും ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഇനി എന്തോ ചെയ്യും ഗൈസ്. നമ്മുടെ ഉരുന്തിന്തും പോയിട്ടുണ്ട്. നൈസായിട്ട് ഉരുന്തിന്തും പോയി. അയ്യോ നമ്മൾ സ്റ്റാച്ചു ആയി. അതുകൊണ്ട് ഗൈസ് ഷെഫ് കാബ്രാക്കാഡാബ്ര റീബർത്തിന് വേണ്ട സാധനം കിട്ടി ഗൈസ്. റീബർത്തിന് വേണ്ടി സാധനം ആരും ഇത് എടുക്കാതെ നോക്കണം. ഇനി ഇത് എടുക്കല് അത്രേ ഉള്ളൂ. നമ്മളിനിയും പ്രൊട്ടക്റ്റ് ചെയ്ത് അയ്യോ നമ്മളെ അടിച്ചിട്ട് ഗൈസ്. ഷെഫ് കാബ്രാക്കാഡാബ്ര തോണ്ട പോകുന്നു ഗൈസ്. തോണ്ട പോകുന്നു വീണ്ടും അടിച്ചിട്ട് ഗൈസ്. അയ്യോ ഷെഫ് കാബ്രാക്കാഡാബ്ര പോയി. കിട്ടിയില്ല ഗൈസ്. അതും അവൻ കൊണ്ടുപോയി. നമ്മുടെ ഇനി എന്തൊക്കെ പോയാലും നമ്മൾ ഈ ബേസിൽ നിന്ന് സ്റ്റോൾ ചെയ്തിട്ട് ഇറങ്ങും. നമ്മൾ എന്തോ ചെയ്യും ഗൈസ്. ഇവ എവിടെ പോവാ? അയ്യോ സമ്മൺ സ്റ്റീലിങ് അവർ ലെയർ. നിക്കടാ. അതും പോയി. എല്ലാം പോയി. ഓക്കെ അവൻ ട്രാപ്പായിട്ടുണ്ട്. അവനെ നമ്മൾ ട്രാപ്പാക്കി. നമ്മുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ ഒരു ലെജൻഡറി വന്നിട്ടുണ്ട്. ലെജൻഡറി വോട്ട് ചെയ്തു. ഇവൻ്റെ ബേസ് ഇതുവരെ തുറന്നില്ലോ. ഇനിയും വേണം 30 സെക്കൻഡ്. നമുക്ക് ഇത് ചെയ്തിടാം. ബി ട്രാപ്പൊക്കെ ചെയ്ത് സെറ്റായിട്ട് ടൈമിങ്ങിൽ ഒരുത്തനെ കിട്ടണം. ഇനി എന്തൊക്കെ പോയാലും കുഴപ്പമില്ല ഗൈസ്. നമ്മൾ ഇതെടുത്ത് അടങ്ങും. നമ്മളെടുക്കും ഗൈസ്. ബാക്കിയുള്ള മിത്തിക്കൽ പോയാലും നമ്മളൊരു ബ്രെയിൻ ഔട്ട് കോഡ് എടുക്കും. പോടാ. ഓക്കെ ഗൈസ് അവൻ തുറച്ച് പോയിട്ടുണ്ട്. അവൻ ക്ലോൺ ചെയ്തേക്കും അവനെ തന്നെ. എന്തോ എടുക്കും. അയ്യോ നമ്മൾ പെട്ട്. കുഴപ്പമില്ല പോയാലും കുഴപ്പമില്ല ഗൈസ്. നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ എടുക്കാം. അകത്ത് തന്നെ ഇന്ന് എടുക്കാം. നമ്മുടെ ലാപ്പാട് 2-3 മിത്തിക്കലല്ലേ ഉള്ളൂ. ബോഡി സാപ്പ് ചെയ്യാൻ വേണ്ടി പോകാൻ വന്നവൻ. ബോഡി സാപ്പ് ഓക്കെ അവനെ തന്നെ ബോഡി സാപ്പ് ചെയ്തു. ഇത്ര സമയമുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ലാസ്റ്റ് പോകാതിരുന്നാൽ മതി. അയ്യോ ചത്ത്. അതും നടന്നില്ല ഗായ്സ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ